പെരിയ ഇരട്ട കൊലപാതക കേസിൽ ജാമ്യം ലഭിച്ച CPM പ്രവർത്തകർ ഉടൻ ജയിൽ മോചിതരാകും. ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചതോടെയാണ് 4 പ്രതികളും ജയിൽ മോചിതരാകുന്നത്. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ സ്വീകരിക്കാൻ P ജയരാജൻ, MV ജയരാജൻ, MV ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സിനോജ് തോമസ് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാണമുണ്ട് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും. സെൻട്രൽ ജയിലിൽ നിന്നും നമുക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെയാണ് സിനോജ് നമുക്കൊപ്പം ചേരുന്നു. സിനോജ്, ഇപ്പോൾ ജയിലിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ ഈ 4 പ്രതികളും ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ഇപ്പോൾ പുറത്തേക്കിറങ്ങും. അവർക്ക് സ്വീകരണമായിട്ടല്ല തങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും സ്വീകരിക്കാൻ തന്നെയാണ് നേതാക്കന്മാർ എത്തിയിരിക്കുന്നത് എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ട്, അല്ലേ? അരുൺകുമാർ, അതെ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മുതിർന്ന നേതാക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. 2 ജില്ലയുടെ ജില്ലാ MV ബാലകൃഷ്ണൻ, MV ജയരാജൻ, P ജയരാജൻ, തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ തുടങ്ങിയ വലിയ നേതൃനിര തന്നെ ഈ ജയിലിന് പുറത്ത് 8:30 മുതൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. 8:30ക്കാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ജയിൽ സൂപ്രണ്ടിന് കൈമാറിയിരിക്കുന്നത്. 9:15 4 പുറത്തേക്ക് ഇറക്കുമെന്നാണ് ജയിലിൽ അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഏത് നിമിഷവും 4 പേരും ജയിൽ മോചിതരായി പുറത്തേക്ക് വരും. അവർക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്വീകരണം ഉണ്ടാവും. ഇവിടെ നിന്ന് കാസർഗോഡേക്കുള്ള യാത്രാമധ്യേ സ്വീകരണം നൽകാൻ ഇന്നലെ ആലോചിച്ചിരുന്നു. കാഞ്ഞങ്ങാടൊക്കെ തന്നെ വലിയ രീതിയിൽ പൊതുയോഗവും സ്വീകരണമൊക്കെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അത് പാർട്ടി നേതൃത്വം ഇടപെട്ട് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. കാരണം ഇതൊരു കോൺഗ്രസിൻ്റെ വൈകാരിക വിഷയം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ വാദം കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. താൽക്കാലികമായി ഈ കേസിൽ 4 പേരെ വിധി മരവിപ്പിക്കുകയും സ്റ്റേ ചെയ്യുകയും അവർക്ക് ജാമ്യം നൽകുകയും ചെയ്തു. വിശദമായ വാദം പിന്നീട് കേൾക്കുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. കുറഞ്ഞ കാലയളവിലുള്ള ശിക്ഷ ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം അതുകൊണ്ട് ശിക്ഷ മരവിപ്പിക്കുകയാണെന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വാദം കേൾക്കുന്ന വേളയിൽ ഈ തരത്തിൽ വലിയ സ്വീകരണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിവാദമായാൽ അത് ഇരട്ടക്കൊലപാതക കേസിലെ പ്രോസിക്യൂഷൻ ഇത് ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് കേസിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള ആംബുലൻസ് മറ്റേതോ പ്രതിയെയും കൊണ്ട് ആശുപത്രിയിൽ പോയതാണ്. ഇല്ലില്ല, അതാണ് ഞാൻ ലൈവിനിടയ്ക്ക് ശ്രദ്ധിച്ചത്. അങ്ങനെയൊന്നുമില്ല, അത് ജയിൽ ആംബുലൻസ് പുറത്തേക്ക് പോയതാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ 4 പേരും പുറത്തേക്ക് വരും. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, CPM മുൻ ഉദുമ ലോക്കൽ സെക്രട്ടറി K മണികണ്ഠൻ, അദ്ദേഹം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ചൊക്കെ ഇന്ന് സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് ഏതായാലും ഈ 4 പേരും കാസർഗോഡേക്ക് പോവുകയും ചെയ്യാം. പാക്ക് മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി, KV ഭാസ്കർ എന്നിങ്ങനെ 4 പേർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ജാമ്യം അനുവദിച്ചത്. ഇന്ന് രാവിലെയാണ് ഈ ഉത്തരവ് ഈ സെൻട്രൽ ജയിലിൽ ഹാജരാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. സൂപ്രണ്ട് രാവിലെ 8:30 തന്നെ എത്തിയിരുന്നു. ഉത്തരവ് കൈമാറി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം 4 പേരും പുറത്തേക്ക് വരും. അവരെ സ്വീകരിക്കാൻ വേണ്ടി കാസർഗോഡ്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള CPM നേതാക്കൾ പുറത്തുണ്ട്. ഒപ്പം തന്നെ ഒരു 50 പ്രവർത്തകരും ഇവിടെയുണ്ട്. അവർക്ക് ചെറിയൊരു സ്വീകരണം എന്തായിട്ടും ഉണ്ടാവും. വലിയ രീതിയിൽ സ്വീകരണം ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഈ പുറത്തിറങ്ങുമ്പോൾ ചെറിയ തോതിലുള്ള സ്വീകരണം ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CPMൻ്റെ നേതാക്കൾ P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഇന്നലെ ആണെങ്കിൽ PK ശ്രീമതിയും PP ദിവ്യയൊക്കെ തന്നെ ജയിലിലെത്തി ഇവരെ സന്ദർശിക്കുകയൊക്കെ തന്നെ ചെയ്തതാണ്. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട മറ്റ് പ്രതികളും ഇതേ ജയിലിൽ തന്നെയാണ് കഴിയുന്നത്. ഇവിടെ എത്തി അവരൊക്കെ കണ്ടതാണ്. മറ്റൊരു വിഷയമുള്ളത് ഇപ്പോൾ ഈ 4 പേർക്കെതിരെ CBI കള്ളക്കേസ് ചുമത്തി എന്ന് പാർട്ടി പറയുമ്പോഴും ബാക്കി ശിക്ഷിച്ച പ്രതികളുടെ കാര്യത്തിൽ അവർ കുറ്റം ചെയ്തു എന്നതിൽ ഇവർക്കാർക്ക് സംശയമില്ലല്ലോ. അവരെയും ഇന്നലെ ഈ മുതിർന്ന നേതാക്കൾ പോയി കണ്ടു. അപ്പോൾ അങ്ങനെ കാണുന്നതിൽ എന്താ തെറ്റ് എന്നാണ് നേതാക്കൾ ചോദിച്ചത്. ഇതൊക്കെ പുറത്തുനിന്ന് ഇത് കാണുന്ന ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും രക്ഷിതാക്കൾ അടക്കമുള്ളവരുടെയൊക്കെ മനസ്സിനെ തട്ടുന്നതാണ് എന്നത് പാർട്ടി മനസ്സിലാക്കിക്കൊണ്ടാവാം ഒരുപക്ഷെ വലിയ സ്വീകരണ പരിപാടികളിൽ നിന്ന് പാർട്ടി പിന്മാറിയിട്ടുണ്ടാവുക, അല്ലേ? തീർച്ചയായിട്ടും. അതായത് വീടുകൾ സന്ദർശിച്ച് വിവാദമായിരുന്നു. ആ സമയത്ത് ജില്ലാ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കുടുംബത്തിനൊപ്പമാണ് എന്ന രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ പാർട്ടിക്ക് ഇതിൽ പങ്കില്ല. ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല. പീതാംബരനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് പോയതെന്നാണ് CPM പറയുന്നത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല, ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസ് ഇത് വലിയ വൈകാരിക വിഷയമാക്കി എടുത്താണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുൻപുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയ ചർച്ചയായ വിഷയമാണ്. ഇനിയും അത് ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് പാർട്ടിക്ക് വലിയ താല്പര്യമില്ല. ഇനി 4 പേർ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കണ്ണൂർ, കാസർഗോഡ് വഴി പോകുന്ന സമയത്ത് വലിയ സ്വീകരണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏതായാലും ചർച്ചയാകും. അതിനെതിരെ കോൺഗ്രസ് നേതാക്കളുടെ രംഗത്ത് വരും. അത് കൂടുതൽ വൈകാരികത ആളിക്കത്തക്കേ. അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് നേതാക്കൾ ഈ ജയിലിലെത്തിയവരെ സ്വീകരിക്കുന്നു.
അത് ഒരു കാര്യം നമ്മൾ പറയണം, ഇവർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്ത പ്രതികളല്ല. ഇവർ കൊലപാതക കേസിലെ രണ്ടാമത്തെ പ്രതിയായി പിന്നീട് ചേർക്കപ്പെട്ട സജി സി ജോർജിനെ പോലീസ് ജീപ്പിൽ നിന്ന് പുറത്തേക്കിറക്കാൻ ശ്രമിച്ചു, ബലപ്രയോഗത്തിലൂടെ പുറത്തേക്കിറക്കാൻ ശ്രമിച്ചു എന്ന് 225 എന്ന IPC സെക്ഷനാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതാകട്ടെ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തു എന്ന കുറ്റം ഈ 4 പേർക്കുമില്ല. ഉദുമയിലെ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർക്കില്ല. അത് പിന്നീട് CBI കേസ് ഏറ്റെടുത്തതിന് ശേഷം ഫ്രെയിം ചെയ്തതാണെന്നും അത് CBIയുടെ കള്ളക്കേസാണ് എന്നുമാണ് CPMന്റെ രാഷ്ട്രീയവാദം. ഇപ്പോൾ അർജുൻ കല്യാട് കൂടി നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, അല്പസമയത്തിനുള്ളിൽ അവർ പുറത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 9:15 പുറത്തിറങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. വൈകുന്നുണ്ടോ അർജുൻ കല്യാട്? ഇല്ല, അല്പസമയത്തിനകം തന്നെ ഈ 4 പേരും പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ജയിൽ കവാടത്തിന് അരികിലേക്ക് നീങ്ങി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം പുറത്തിറങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നേരത്തെ തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത് 9:15 ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് പൂർത്തിയാവുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായത്. ഇന്നലെ തന്നെ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് വൈകിയതാണ് പിന്നീട് ഇതിനകത്ത് ഒരുപാട് കാലതാമസം ഉണ്ടായത്. കാരണം ഹൈക്കോടതിയിലുള്ള ഉത്തരവ് CBI കോടതിയിൽ നൽകി അവിടെ നിന്നുള്ള ഉത്തരവാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കേണ്ടത്. കാരണം CBI കോടതിയാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഇവർ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ CBI കോടതിയുടെ ഉത്തരവാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു കാലതാമസം ഉള്ളത് കൊണ്ടുകൂടിയാണ് ഇവർക്ക് ഇന്നലെ ഇവിടത്തേക്ക്, അല്ലെങ്കിൽ ഈ റിലീസിംഗ് ഓർഡർ ഇവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയാഞ്ഞത്. എന്നാൽ ഇന്ന് 8 മണിയോടുകൂടി തന്നെ ഈ റിലീസിംഗ് ഓർഡർ കണ്ണൂർ ജയിലിലേക്ക് എത്തിയിരുന്നു. ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ CPM തീരുമാനിച്ചു എന്നുറപ്പിച്ചതാണ് ഈ സന്ദർശനം എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. നോക്കൂ, ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യത്തിൽ കാണുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ MV ജയരാജൻ പാർട്ടി സെക്രട്ടറി ഉണ്ട്, P ജയരാജനുണ്ട്,